Good afternoon, children. Today we are going to study about environment. What is environment? The environment is everything around us. Environment പറഞ്ഞ പരിസ്ഥിതി നമ്മുടെ ചുറ്റുമുള്ളത്. The environment is everything around us. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചുറ്റുമുള്ളതിനെ എല്ലാം അതിൽ പെടും. All our surroundings, including the air, soil, water, plants and animals, make up the environment. So what is environment? The everything that around us. നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു പറഞ്ഞാൽ ആ സ്ഥലത്ത് ഉള്ള സോയിൽ, മണ്ണ് നമ്മൾക്ക് ആവശ്യമാണ്. എന്തിനാണ്? പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാൻ. വാട്ടർ, അവിടുത്തെ വെള്ളം ആവശ്യമുണ്ട്. എയർ, നമ്മുടെ ചുറ്റുമുള്ള എയർ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യണത്. പ്ലാന്റ്സ്, എനിമൽസ് എല്ലാം ഇന്റർഡിപെൻഡന്റ് ആണ്. അപ്പോൾ ദ എൻവയോൺമെന്റ് ഈസ് എവറിത്തിങ് അറൌണ്ട് അസ്. നമ്മുടെ ചുറ്റിലുമുള്ളത്, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിനെ, അതിനെയാണ് എന്ത് പറയണത്? എൻവയോൺമെന്റ് എന്ന് പറയണത്. നമ്മൾ ഈ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായിണ്ടോ? ഒരാള് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്. അതേപോലെ തന്നെ ഈവൻ ഫോർ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ദേ ഡിപ്പെൻഡ് ഓൺ ദെയർ എൻവയോൺമെന്റ് ടു ലിവ്. നമ്മൾ എങ്ങനത്തെ എൻവയോൺമെന്റ് ആണ് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കാന്നറിയോ? നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ, ഷെൽട്ടർ കിട്ടുന്നുണ്ടോ, നമുക്ക് ലിവിങ്ങിന് പറ്റിയ സ്ഥലമാണോ? then it is our environment. Okay, so the environment is everything around us. All our surroundings, including the air, soil, water, plants and animals, make up the environment. Plants and animals need a healthy environment to survive. Plantsനും animalsനും എങ്ങനത്തെ എൻവയോൺമെന്റ് വേണം? ഹെൽത്തി ആയിട്ടുള്ളത്. We also need a healthy environment to survive. നമുക്ക് ഫുഡ് കിട്ടാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ ഡെസേർട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല എന്താ പറയാ, ഒരുപാട് ഫാക്ടറി അങ്ങനത്തെ അതിൽ നിന്നുള്ള സ്മോക്ക് വന്ന് നല്ല എയർ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ല. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മൾക്ക് ജീവിക്കാൻ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് മസ്റ്റ് ആണ്. അണ്ടർസ്റ്റുഡ്? So the environment is everything around us. All our surroundings, including the air, soil, water, plants and animals, make up the environment. Plants and animals need a healthy environment to survive. Plants and animals need a healthy environment to survive എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് നമ്മൾക്ക് പറ്റിയ സ്ഥലം നോക്കി പിടിക്കും. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ അവര് എന്താ നോക്കുക? അവർക്ക് ഫുഡ് കിട്ടണ സ്ഥലമാണോ, അവർക്ക് ഷെൽട്ടർ മീൻസ് വീട് വെക്കാൻ അല്ലെങ്കിൽ കൂട് വെക്കാൻ പറ്റിയ സ്ഥലമാണോ, അതൊക്കെ നോക്കിയിട്ട് അവരുടെ സർവൈവലിന് ഫിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് അവർക്ക് പറ്റിയ എൻവയോൺമെന്റ് ഉണ്ടാവും തെരഞ്ഞെടുക്കുക. ഓക്കെ, environment plays an important role in healthy living and the existence of life on planet Earth. Earth is a home for different living species and we all are dependent on the environment for food, air, water and other needs. Therefore, it is important for every individual to save and protect our environment. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലെ എൻവയോൺമെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് നമ്മൾക്ക് ചേർന്നതാവണം. കാരണം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടണ സ്ഥലമായിരിക്കണം, വാട്ടർ കിട്ടണ സ്ഥലമായിരിക്കണം, നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റിയ നല്ല ക്ലീൻ എയർ കിട്ടണ സ്ഥലമായിരിക്കണം, നമ്മളുടെ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള സ്ഥലമായിരിക്കണം. അപ്പൊ നമ്മളുടെ എൻവയോൺമെന്റ് ശരിയല്ല, അൺഹെൽത്തി എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല, നമുക്ക് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ ഹെൽത്തി എൻവയോൺമെന്റ് ഈസ് എ മസ്റ്റ് ഫോർ എവറി ഇൻഡിവിജ്വൽ. ഓക്കെ, സോ it is very important for every individual
It is the duty of a human being to save and protect our environment. We have to protect our environment for our healthy survival. Okay. All the things that exist in the environment has been classified into two groups on the basis of living and non-living things. So in the environment, the things in it are classified into two groups according to living things and non-living things. Living things are called biotic components and non-living things are called abiotic components. Okay, so on the basis of living and non-living things, each and everything in the environment is classified into biotic components and abiotic components. Plants, animals, humans, microorganisms, etc. are biotic components, whereas water, air, soil, rock, etc. are abiotic components. Plants, ചെടികള്, animals, മൃഗങ്ങള്, ഹ്യൂമൻസ്, മനുഷ്യര്, മൈക്രോ ഓർഗാനിസം പറഞ്ഞ ഓരോ എൻവയോൺമെന്റിലും ചെറിയ ജീവികൾ ഉണ്ടാവും ഇല്ലേ? നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. ചിലത് നമുക്ക് മനസ്സിലാവില്ല. ചിലത് ചില ട്രീസിലാണ് ഉണ്ടാവുക, ചിലത് സോയിലിൽ ഉണ്ടാവും, ചിലത് വെള്ളത്തിലുണ്ടാവും. അപ്പൊ അങ്ങനെയും കുറെ ജീവനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ നേരിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. Micro means very small. So plants, animals, humans, microorganisms are biotic components because they are living things, whereas water, air, soil, rock, etc. are abiotic components because they all are non-living things. Okay, so in every environment there are biotic things and abiotic things. The things are classified on the basis of living and non-living things. Okay. Human activities directly or indirectly affected our environment. നമ്മൾ പൊല്യൂഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡാമേജ് ദാറ്റ് കോസ് ടു ദ എൻവയോൺമെന്റിനാണ് പൊല്യൂഷൻ എന്ന് പറയാം. ദ തിങ്സ് ദാറ്റ് കോസ് പൊല്യൂഷൻ are known as pollutants. Okay, the things or the performance that causes pollution is known as pollutant. So human activities affect directly or indirectly on our environment. നമ്മളുടെ environmentനെ human activities ഒരുപാട് ബാധിക്കുന്നുണ്ട്. Cutting down of trees, ചെടികളിനെ വെട്ടിക്കളയണത് അല്ലെങ്കിൽ മരങ്ങളിനെ വെട്ടിക്കളയണത് നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്ക് നല്ല ഓക്സിജൻ കിട്ടില്ല, സോയിൽ ഇറോഷൻ ഉണ്ടാവും. ബിക്കോസ് ഈ ചെടികളുടെ അല്ലെങ്കിൽ ഈ മരത്തിന്റെ വേരാണ് സോയിലിനെ അവിടെ പിടിച്ചു നിർത്തണത്. മരങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞാൽ സോയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ടായാല്, ഹെവി റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മണ്ണൊക്കെ ഒലിച്ചു പോവും. നമ്മൾക്ക് മണ്ണൊക്കെ നമ്മളുടെ എൻവയോൺമെന്റിന്, ഹെൽത്തി എൻവയോൺമെന്റിന് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളുടെ ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെ അതൊക്കെ ഇന്ററപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോവാണ് ചെയ്യണത്. സിമിലർലി റിവർ വാട്ടർ, നമുക്ക് വെള്ളം കിട്ടണത് റെയിൻ വാട്ടർ ആണ്, പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ. വെള്ളം അതേപോലെ റിവേഴ്സിന് കിട്ടുന്നുണ്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടർ, വെൽ, അങ്ങനെ നമുക്ക് ഒരുപാട് സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ട്. റിവർ വാട്ടർ നമുക്ക് പൈപ്പ് ലൈൻ വഴി നമ്മളുടെ വീട്ടിലേക്ക് വരിക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ പ്രോപ്പറായി യൂസ് ചെയ്യാണ്ട് ചില സ്ഥലങ്ങളിലെ ഫാക്ടറി വേസ്റ്റേജ് അല്ലെങ്കിൽ ചില വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ച് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് റിവേഴ്സിലോ ലേക്സിലോ പോൺസിലോ ഒക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യണത് ഇന്നത്തെ കാലത്ത് സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊണ്ടുപോയി ആ നേരത്തെ ഡംപ് ചെയ്യാൻ ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്താണ് ആസ് എ റിസൾട്ട് എന്താണ് ഉണ്ടാവുന്നത്? ആ വെള്ളം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമായി മാറാണ്, കേട് വന്ന വെള്ളമായിട്ടുള്ള നമ്മൾക്ക് കേട് വന്ന വെള്ളം കുടിക്കാൻ പറ്റുമോ? വി മസ്റ്റ് ഡ്രിങ്ക് ക്ലീൻ വാട്ടർ. സോ നമ്മളുടെ വെള്ളവും കേടുവരുത്താണ്. അതേപോലെ മരങ്ങളിനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് സോയിൽ ഇറോഷൻ ഉണ്ടാവും, നമുക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല. അതേപോലെ ഷെയ്ഡുകൾ ഉണ്ടാവില്ല, എല്ലാവരുടെയും നല്ല ഹോട്ടായിരിക്കും, ഷെയ്ഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ
ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മളുടെ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യണത്. അപ്പൊ അത് വരുത്താതെ നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹ്യൂമൻ ബീങ്സിന്റെ ഡ്യൂട്ടിയാണ്. വി ഹാവ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഓർ സേവ് അവർ എൻവയോൺമെന്റ്. Understood? So human activities directly or indirectly affected our environment. River waters have become dirty and unfit for drinking. There are smoke and gases mixed in the air. Factory nalla gas mix ചെയ്തിട്ടുണ്ടാവും. ഓവർ നമ്പർ ഓഫ് വെഹിക്കിൾസ്, ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് ഇന്ന് റോഡില്. അതിൽ നിന്നുള്ള സ്മോക്ക് അത് മുഴുവൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പരക്കും. അതും നമ്മളുടെ എൻവയോൺമെന്റിന് കേടുവരുത്തും. ദിസ് കണ്ടാമിനേഷൻ ഓഫ് സോയിൽ, വാട്ടർ, എയർ ആൻഡ് എൻവയോൺമെന്റ് ഈസ് കോൾഡ് പൊല്യൂഷൻ. ഈ കണ്ടാമിനേഷനെയാണ് നമ്മൾ എന്ത് പറയണത്? പൊല്യൂഷൻ. The agents which cause environmental pollution are called pollutants. എന്ത് മുഖാന്തരാണോ ഈ പൊല്യൂഷൻ ഉണ്ടാവുന്നത് ആ സാധനങ്ങളെ പറയണ പേരാണ് പൊല്യൂട്ടൻസ്. ഓക്കെ, സോ we have to keep our environment clean. We have to protect our environment because we depend on our environment very much. And environment means everything around us. We are now depend on that too much. So if we contaminate or if we pollute that, it will affect our healthy survival. So we have to protect our environment. We have to save our environment. We have to keep our environment clean and tidy. Okay. Hope you all understood. Watch the video carefully. Take care, children, and stay safe at home. Happy weekend. Thank you.